നാള് മുമ്പ് അതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടനെ വിളിച്ചില്ല എന്നാലും ഉദ്ഘാടനത്തിൽ. പാമ്പുകള്, പിന്നെ കുറുക്കന്മാര്, നായ്ക്കള്, പിന്നെ ഈ ഒട്ടകപക്ഷികളല്ല. പക്ഷേ എന്ത് കഷ്ടം ഉണ്ടായി. ആഹാ, നല്ലൊരു കൂട്ടായി. കറക്റ്റ് അല്ലേ ടൈമിങ്? കുറച്ചും കൂടി ആക്കായിരുന്നു അല്ലേ? ഇതുള്ളോ നിന്മാനസത്തിൽ പ്രേമ മധു പകർന്നു. കാറ്റേ കാറ്റേ. നമ്മുടെ ആ ഫ്ലാറ്റ് കണ്ട ദൂരെ കാണണ്ട, അതിന്റെ മുകളില് മേഘങ്ങൾ ഇങ്ങോട്ട് എന്താ നീ ഇത് മേഘങ്ങൾ അങ്ങോട്ട് വന്ന് നിറഞ്ഞു തുടങ്ങി. കുറേ നാളുകളായി നമ്മൾ ആ ഫ്ലാറ്റിനെ പറ്റിയിട്ട് നമ്മൾ പറയാറില്ല. അപ്പോൾ ഫ്ലാറ്റിനൊക്കെ മറന്നു പോയോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ആ ഫ്ലാറ്റിനെ പറ്റി ഇപ്പം നമ്മൾ പറയുന്നില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ ആ ഫ്ലാറ്റിലത്തെ അതിൽ താമസക്കാരൊക്കെ അടങ്ങി. കുറേ നാൾ മുമ്പ് അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉദ്ഘാടനമൊക്കെ ആയി. വൈകുന്നേരം ലൈറ്റൊക്കെ ഇട്ടിട്ട്. ചേട്ടനെ വിളിച്ചില്ല എന്നാലും ഉദ്ഘാടനത്തിന് ഇത്രയ്ക്കധികം പബ്ലിസിറ്റി കൊടുത്തിട്ട് ഭയങ്കര നന്ദി കേട്ടാ അവര് കാണിച്ചേ. എന്നാലും ചേട്ടന് അതിന് വിഷമൊന്നുമില്ല. അത് വീണ്ടും അതിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതന്നെ. അല്ല, ഇനി ചിലവാകാത്തുണ്ടെങ്കിൽ ചിലവായിക്കോട്ടെ. ഏതാ കമ്പനി നമുക്കൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് നോക്കാനായിട്ട് ഭയങ്കര രസമാണ്. ഇപ്പോൾ നോക്കി നമ്മുടെ പാടൊക്കെ കണ്ടില്ല, ഇതൊക്കെ കണ്ടില്ല. നോക്കി നിറയെ ചേമ്പുകളാണ് നിറച്ചത്. കാട്ടുചേമ്പ് നിറയാണ് ഇവിടെ. പാമ്പുകൾ, പിന്നെ കുറുക്കന്മാർ, നായ്ക്കൾ, പിന്നെ ഈ ഒട്ടകപക്ഷികളല്ല കുളക്കോഴികൾ, മൂർക്കം പാമ്പ്, മഴ, എല്ലാ വക സാധനങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്ന ഏരിയ മുഴുവൻ. കണ്ടമാനിട്ട ഏരിയ. അയ്യോ ഇങ്ങോട്ട് മഴ തൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് വയ്ക്കണം. അയ്യോ, നമ്മൾ പാചകത്തിലേക്ക് കടക്കായിരുന്നത് മഴ തൂടി ഒരു 5 മിനിറ്റ് നേരം നല്ല തോർച്ചയായിരുന്നു. കുടിലേക്ക് പോയാലോ? അതെ, കുടിലേക്ക് പോകാൻ പറ്റും. മഴ തൂളട്ടെ. മഴ പെയ്യട്ടീ. മഴ ചിലപ്പോ ഇത് മാറില്ല. ഇപ്പൊ നിക്കട്ടാ. വെളിച്ചെണ്ണ കുപ്പി. പക്ഷേ എന്ത് കഷ്ടം ഉണ്ടായ. കുറച്ചു നേരം ആ ഫ്ലാറ്റിന്റെ അവിടേക്ക് നോക്കിക്ക. അവിടെ ചെയ്യാവും നല്ലത്. അതെ, ഒരു 5-6 മിനിറ്റ്. നീ വെറുതെ മഴ കൊള്ളണ്ട, അങ്ങോട്ട് പോന്നോ. അങ്ങനെ മഴ പോയി, കാലത്തേക്ക് പോയിണ്ട്. ഏത് നിമിഷം വീണ്ടും വരും. പൊളിക്കും. സരിത അവിടെ കൂടിയില് ചൂലണ്ടൊക്കെ അടിച്ച് വൃത്തിയാക്കി പോന്നു. ഏത് നിമിഷം ഇതെടുത്ത് കൊണ്ട് അങ്ങോട്ട് ഓടേണ്ടി വരും എന്നുകൊണ്ട്. അപ്പോൾ ഞാൻ പറയാം, ഇന്നലെ മിനിഞ്ഞാന്ന് വൈകുന്നേരമാണ് നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കിയാട്ടെ. ഇന്നലെയാണ് ആ വീഡിയോ നമ്മൾ ഇട്ടത്. അപ്പം ഇന്നലെ എന്നിട്ട് അത് ആ വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് പൊടി നമ്മൾ പകുതി എടുത്ത് മാറ്റിയത്, പകുതിയല്ല കുറച്ച് കൊള്ളാത്ത മാറ്റി വെച്ചുല്ലോ. അപ്പം അത് കണ്ടിട്ട് നമ്മുടെ ചെറുപ്പുളശ്ശേരിയിലത്തെ ജ്യോതി ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുകൊണ്ട് നല്ല ഇതുണ്ടാക്കാം, കൊഴുക്കട്ട എന്നാണ് അവർ പറയുക. പക്ഷെ നമുക്ക് നമ്മുടെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട് പിടിയും കോഴി ഉണ്ടാക്കാം, ഈ സാധനം കൊണ്ട് പിടിയും കോഴി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജ്യോതി ചേച്ചി ഒരു സാധനം പറഞ്ഞത് ഇതുകൊണ്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് ഉണ്ടാക്കും ഞാൻ, ചേട്ടൻ ബാക്കിയുള്ളത് അവലോസ് പൊടി വറുത്തു. പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് കണ്ട ഈ സാധനം, ഈ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തു, എന്നിട്ട് പൊടിപ്പിച്ചു. വറക്കരുത്. ആ പച്ച പൊടി കൊണ്ടുവന്നതിലേക്ക് ഒരു കുറച്ച് ചുമന്നുള്ളി, വേപ്പിലും ചതച്ചാണ് കേട്ടാ ഇടുന്നത്. നാളികേരം ചെരുകിയത്, എള്ള്, ജീരകം ഇട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി. അപ്പോൾ നമ്മുടെ ഉരുളിയിൽ നമ്മൾ അവലോസ് പൊടി ഉണ്ടാക്കാനാണ് ചെയ്തത്. ഉരുളിയിൽ നിറച്ച് കൂടിപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, സരിത പറഞ്ഞു അത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഉണ്ടാക്കിയാൽ മതി. ആൾക്കാർ കണ്ടിട്ടുണ്ട് എന്തുണ്ടായി. ആ ബാക്കിയുള്ള സാധനമാണ് ഇത് കേട്ടാ. ഇനി നമുക്ക് തുടങ്ങാം. ഇതിന്ന് കുറച്ച് ഞാൻ എടുക്കാണ് കേട്ടാ. എന്തോരം എടുക്കണം? ആവശ്യമുള്ളത് പിടി ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ളത് മതിയാ. എനിക്കറിയില്ല, നിനക്കറിയില്ല. ഇല്ല. എന്നിട്ടാ അപ്പൊ ചെയ്യാ ഇത് മതി. തൽക്കാലം ഇതാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കലക്കണം. ഇത് കുറച്ചും കൂടി നാളികേരം ഇട്ടോളാൻ പറഞ്ഞു. കലക്കാന്ന് പറഞ്ഞാൽ ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കാനാണ് പറഞ്ഞേക്കണേ. പിന്നെ വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിടാം. നാളികേരം ഇതിൽ നല്ലോണം ഉണ്ട്, അതുകൊണ്ട് വേറെ അപ്പൊ ഇത് ഇങ്ങനെ കലക്കിട്ടാ. ഉപ്പ് ഇത്തിരി വേണ്ടിയിരുന്നു. വെള്ളം ഒഴിക്കുമ്പോൾ ഉപ്പ് കുറയില്ലേ? പക്ഷെ ഈ വെള്ളം പറ്റില്ലോ ചേട്ടാ. ഒരു പൊട്ട് പുളിയും ചേർക്കണ വേണ്ടല്ലേ? ഈ വെള്ളം പറ്റില്ലേ, അപ്പൊ ഉപ്പ് പാകാവില്ലേ? ഇനി നമ്മളൊരു പാത്രം അടുപ്പത്ത് വെക്കാണ് കേട്ടാ. തീ കത്തിക്കാം. നല്ല കാറ്റുണ്ട്. പാത്രം അടപ്പത്ത് വെച്ച് തീ കത്തിച്ചു.
നല്ല തെളിഞ്ഞു തുടങ്ങിയിട്ടാ അന്തരീക്ഷം. ഇത് മതിയാവോ? മതിയില്ലേ? ഇതുകൊണ്ട് അവലോസ് പൊടി ഉണ്ടാക്കാം. ഞാനേ കോഴികളെയൊക്കെ കുറച്ച് നേരം അഴിച്ചിട്ടു. അപ്പോൾ അഴിച്ചിട്ടിട്ട് മഴ പെയ്തപ്പോ അങ്ങോട്ട് തന്നെ കയറി. എല്ലാവരും ഇപ്പോൾ അടിപൊളിയായിട്ട് കോഴിമുട്ടയുണ്ട്. എല്ലാവരും കുറച്ചാൾ മുട്ട തീറ്റ കൊടുക്കാം. മുട്ട തീറ്റ കൊടുത്ത് ഇവരുടെ മുട്ട ഇടിപ്പിക്കുന്ന പരിപാടിയാണ്. ഇപ്പോൾ കുറച്ച് ദിവസം ചെയ്യില്ല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സോളെങ്കിൽ സോളേക്കിനെ കൊടുക്കണത്. ഇത്തിരി തീ കുറയ്ക്കോ? തീ കുറച്ചു. പാത്രം ചൂടായി കഴിഞ്ഞാൽ എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതിൻ്റെ അളവുകളൊന്നും എനിക്കറിയില്ല ചേട്ടാ. വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കത്ത വലിയ കേരര വെളിച്ചെണ്ണയ്ക്ക് 550 രൂപ 100 ലിറ്ററിന് 100 രൂപ കൂട്ടിന്ന്. നാളികേരം കിട്ടാനില്ലാന്ന്, അതുകൊണ്ടല്ലേ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയേ എന്ന് പറയണു. ഇതൊക്കെയാവോ ഇതുകൊണ്ട് ഇളക്കിവിടെ നിനക്ക്? ഈ കോഴികളെ അഴിച്ചിട്ട് കഴിഞ്ഞില്ലേ ചാർലിനെ ഞാൻ കൂട്ടിയിട്ട് വെക്കാം. ചാർലി ഇവരെ കണ്ടു കഴിഞ്ഞില്ലേ സെക്കൻഡുകൾക്കുള്ളിയെ ഒരു കോഴികളെ പിടിച്ചിട്ട് കോഴികളെ പപ്പ് പറിച്ചു തുടങ്ങും. പെട്ടെന്ന് ഇങ്ങനെ വലിച്ച് കൊടയിലാണ് പരിപാടി. അതെന്തിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ആള് ചെയ്യാ, വേദനിക്കുന്നില്ല. കോഴികളാണെങ്കിൽ കോഴി നിന്ന് കൊടുക്ക എന്തിട്ട് സുഖമാവാ കിട്ടുന്നത് കിട്ടണാവോ അതിനെ കിട്ടൂ. അതിനെ ചാർലിനെ പഴിച്ചിരുന്നില്ല. ഒരാളാണ് പറഞ്ഞു എന്ത് ഒരു വീഡിയോ ഇതില് അങ്ങനെ പാചകം ചെയ്യുമ്പോഴേ കടുക് മുഴുവൻ പൊട്ടണത് കാണിച്ചിട്ടില്ലെന്ന്. നമ്മൾ മാത്രമേ കാണിക്കാറുള്ളൂ. അത് കാണാൻ തന്നെ രസമാണ് കടുക് പൊട്ടണത്. തീ ഉറക്കൂ. ഇനി നമ്മള് വറ്റൽമുളക് ഇടുന്നു കേട്ടാ. കിട്ടോ അതൊന്ന് ഇതിനെ മുറിച്ചിട്ട് ചെയ്യാ പോരെ. മുറിച്ചേക്കായിരുന്നു അല്ലേ? ഇങ്ങനെ ഇടരുത് ഒരിക്കലും. അലക്ക് ഇട്ടു. അയ്യോ ഇത് ഇടണം. ഉഴുന്ന് പരിപ്പ് ഇളക്ക്. ഉഴുന്ന് പരിപ്പ് ഒന്നും മൊരിയട്ടാ. ഉഴുന്ന് പരിപ്പ് ആദ്യം ഉണ്ടായിരുന്നു മിളകളി ഡാർക്ക് ആയതുണ്ട. കടുകിട്ട അപ്പം തന്നെ ഉഴുന്നും പരിപ്പ് ഇടണം. പിന്നെ അതല്ല ഈ മിളക് ഇങ്ങനെ ഓരോന്നോരത് പൊട്ടിച്ചിടാൻ നിൽക്കരുത്. കയ്യോടെ തന്നെ അത് സെറ്റാക്കി വെക്കണം. എന്നിട്ട് ഇടണം. ഇത് വേണ്ട ചില മിളകൾ കരിഞ്ഞിട്ടില്ല. മൊരിയണല്ലോ. നമ്മളൊരു ഒരു സാധനം മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഈ ഉഴുന്നും പരിപ്പൊക്കെ ഇട്ടിട്ട് ഇല്ലേ, മാർബിൾ ഉപ്പുമാവ്. മാർബിൾ ഉപ്പുമാവ് പണ്ട് കാലത്തുള്ളൊരു ഫുഡാണ്. പണ്ട് കാലത്ത് ഞാൻ 1973 ഏതോ ഒരു ബുക്കിലത്തെ നോക്കിയിട്ട് ഉഴുന്നും പരിപ്പിന്റെ കളർ മാറിയില്ലേ? കളർ മാറി. അപ്പൊ ഈ കലക്കി വെച്ച് ഇതിലേക്ക് ഒഴിക്കണം. എരിവ് കൂടോ? അല്ല അതേ ഈ വറ്റൽമുളകിന്റെ എരിവ് അതുകൊണ്ട് കൂടുന്നില്ല. നല്ലത് കൂട്ടായില്ല. നീ എന്തിനാ വെള്ളം ഒഴിക്കണേ? അല്ല എനിക്ക് വെള്ളം കുറവ് പോലെ തോന്നാം. വെള്ളം വേണ്ടല്ലോ. ആഹാ നല്ലൊരു കൂട്ടായി. ഉപ്പുമാവ് പോലെ. എന്തോരം സമയം കിട്ടണം? ഇതിങ്ങനൊരു നമുക്കൊരു ഇതിന് ബോളുകളാക്കി ഉരുട്ടണം ചൂടാറി കഴിഞ്ഞിട്ട്. അതിനുള്ള ഒരു പരുവമായാൽ നിർത്താം. എന്തൊരു വേഗം വെള്ളം പറ്റിയല്ലേ. ഇത് കഴിക്കണമെങ്കിൽ കോഴി കൂട്ടാൻ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല. ജോജി ചേച്ചി പറഞ്ഞത് വെറുതെ കട്ടൻ ചായയുടെ കൂടെ ഇതിങ്ങനെ കഴിക്കാമെന്നാ പറഞ്ഞേ. മതി. ചേട്ടാ അടുപ്പത്ത് ഈ മറ്റേ സാധനം വെച്ചോ. ഇറക്കി വെച്ചു. തീ കിടത്തണ്ട. അപ്പൊ അത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതുകൊണ്ട് അവലോസ് പൊടി ഉണ്ടാക്കാം. എന്തായാലും അത് അല്ലെങ്കിൽ നാശമായി പോവല്ലോ. രസം നോക്കിയോട്ടെ. ഉഴുന്നും പരിപ്പ് കടിക്കുന്നു. നല്ല രസം. നല്ല രസം ഉണ്ടായിട്ട് സാധനം. ഉപ്പ് തീ കുറവ് പോലെ എനിക്ക് തോന്നാം. അതെ ഇനിയിപ്പോൾ ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള സാധനം നമ്മൾ ഉരുളിയിലിട്ട് അതിനെന്തായാലും നമ്മൾ ഇതാക്കാമല്ലോ. എന്നിട്ട് പറയുക അവലോസ് പൊടിയാക്കാമല്ലോ. എന്തായാലും അത് ചൂടാറി ഉരുളകളാക്കണ വരെ ഉള്ള സമയം നമുക്ക്. നമ്മളിപ്പോൾ ചെയ്യണത് തങ്കാഞ്ചിയില്ലേ, നമ്മുടെ ആള് പറയുന്ന രീതിയിലാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഒരു സാധനം പോലും ഇതിന്ന് വേസ്റ്റ് ആവണില്ല. അത് അധികം ചൂടില്ല കേട്ടാ. ഞാൻ അത് ഊർട്ടാൻ പോവാട്ടാ. എല്ലാ സാധനങ്ങളെ അത് കുഴക്കണല്ലോ ആദ്യം. ഒന്നീന്നൊന്ന് ഉണ്ടാക്കാം. ചൂടാറിട്ട് മതി. നമ്മുടെ ചട്ടൊക്കെ രംഗത്തിറക്കിയിട്ടാ. കാരണം തുടക്കം ഒന്ന് ഉരുളിന്ന് വിട്ട് വരുന്നവരെ ചട്ടം കൊണ്ട് തന്നെ ഇളക്കണം. അത് ഞാൻ അടിയെ പിടിക്കും. ചേട്ടൻ നേരത്തെ പറഞ്ഞതായിരുന്നു ഉപ്പിടണം.
കേട്ടില്ല. പക്ഷെ ഇപ്പോൾ അത് നോക്കിയപ്പോൾ ഉപ്പ് തീരെയില്ല. ഉപ്പൊക്കെ എവിടെ പോയി? ഈ പൊടി തന്നെ എടുക്കുമ്പോൾ ഉപ്പുണ്ടല്ലോ അല്ലേ? അപ്പം ഞാൻ കുഴക്കുന്നുണ്ട്. ഇത് എല്ലായിടത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു. എത്തൂലോ? ചൂടാറിട്ട് മതി. അങ്ങനെ പറയാൻ മാത്രം ചൂടില്ല, പക്ഷെ എന്നാലും ചൂടുണ്ട്. ഇതിലെ ഏറ്റവും വലിയൊരു ഗുണം എന്നിട്ട് എന്താ പറയുക, ഇത് ഇപ്പൊ അവലോസ് പൊടി ഉണ്ടാക്കുമ്പോ ഈ കൂട്ട് നന്നായി പിടിച്ചിട്ടുണ്ടാവും ഭയങ്കരമായിട്ട്. ഇന്നലെ മിഞ്ഞാന്ന് ഉണ്ടാക്കിയതിനേക്കാൾ ഡ്രസ് ഇതിനാവുന്നു. അതറിയില്ലേ, അത് ഉണ്ടാക്കി കഴിയുമ്പോ അറിയില്ലോ. എനിക്ക് ഇത് ഇളക്കലാണ് എന്റെ മെയിൻ പണിയിട്ടാ. ഇതിപ്പയാവും സ്റ്റൗമലായ കാരണം കറക്റ്റ് തീ വരില്ല. കുറേ പേര് കമന്റ് ഇട്ടത് മുഴുവൻ ചുമന്നുള്ളിയും വേപ്പിലും ചേർക്കാറില്ല എന്ന് പറഞ്ഞിട്ടാ. ഒരുമാതിരി എല്ലാ കമന്റും അതിലത്തെ അങ്ങനെ വന്നേക്കണം. ചുമന്നുള്ളി ചേർത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ടേസ്റ്റ് മാറില്ലേ? പല സ്ഥലത്തും പല സ്ഥലത്തിലാണ് അവലോസ് പൊടി ഉണ്ടാക്കാം. തിരുവനന്തപുരത്തുകാർ സംസാരിക്കുന്ന പോലെയല്ല തൃശ്ശൂർ സംസാരിക്കുക, അതുപോലെയല്ല എറണാകുളംകാർ സംസാരിക്കുക. അതേപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. ഭക്ഷണത്തിൽ വൈവിധ്യം, ഭാഷയിൽ വൈവിധ്യം, പിന്നെ എന്താ പറയുക, ഡ്രസ്സിൽ വൈവിധ്യം. ബോളുണ്ടാക്കാം. ഈ ഇത് മാറ്റിക്കല്ലേ മിളകില്ലേ? കടിക്കുമ്പോ ഭയങ്കര എരിവോ. എന്താ പട്ടാമ്പിക്ക് അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഇതിലുണ്ടാക്കിയിട്ടുള്ളത് അവലോസ് പൊടിയുള്ള അതില് രഞ്ജിത്ത് മേനോൻ ചോദിച്ചിട്ടുണ്ട്, 12 വയസ്സായിട്ടുള്ള കുട്ടി തള്ളു കുറച്ച് കൂടുതലാണോ എന്ന് ചോദിച്ചിട്ട്. 12 വയസ്സല്ല, 14 വയസ്സ് നമ്മൾ എഴുതി കാണിച്ചു. 12 വയസ്സായ കുട്ടിക്ക് തള്ളു കൂടുതലാന്ന അല്ല, 12 വയസ്സായ കുട്ടി ഇത്രയും ഭാരം ചോന്ന് ലോറി ബസ്സിന്റെ മുകളിലേക്ക് കയറ്റി എന്ന് പറയുമ്പോഴേ വിശ്വസിക്കാൻ പറ്റില്ലാന്ന്. അപ്പൊ 12 വയസ്സല്ല, ഞാൻ എഴുതിയിട്ടുണ്ട് 14 വയസ്സെന്ന്. 14 വയസ്സായാലും ജോയി എന്ന് പറയുന്നത് അന്ന് തന്നെ ഒരു മുത്തം മുത്തം മനുഷ്യന്മാരെ പോലുള്ള ഒരു വലിപ്പാണ് അവന്. 6 അടി ഉയരം, അതിനൊത്ത ശരീരം, ഇങ്ങനെ പൊണ്ണത്തടിയല്ല, ഭയങ്കര പണിയെടുത്തുള്ള ശരീരം. അവൻ 10, 16 വയസ്സ് 17 വയസ്സാകുമ്പോഴേക്കും തന്നെ ഒല്ലൂർ മരംതട്ട് യൂണിയനിലേക്ക് ആ സമയത്ത് കയറി. അതായത് മരം തട്ടാനായിട്ട് വലിയ കട്ടൻസൊക്കെ ഭയങ്കര പാലേന്നും മറ്റോടത്തും കൂടെ വലിയ ഭയങ്കര നിലമ്പൂരിൽ നിന്നൊക്കെ മറ്റേ തടി ലോറികൾ വലിയ തടി അത് തട്ടാനുള്ള ജോലി വാങ്ങിച്ചു. ജോലി വാങ്ങിച്ച് യൂണിയൻകാരെ പണി വാങ്ങിച്ചു. അത്ര ആരോഗ്യവനെന്ന്. അവൻ്റെ അടുത്ത് ഞാനൊക്കെ ശിശുവാ, ഞാൻ അത്രയ്ക്ക് പ്രായണിയിലും ഞാൻ അവൻ്റെ അടുത്ത് ശിശുവാ. അത് തന്നെ അവൻ അത് കൂളായിട്ട് ബസ്സിൻ്റെ മുകളിലേക്ക് അവൻ കയറ്റി. അവനതൊന്നും പ്രശ്നമല്ല. ചില കാര്യങ്ങൾ കേൾക്കുമ്പോ നമുക്ക് നമ്മളെ ജഗ്ഗുവിന് ഇപ്പൊ 15 വയസ്സായി. ജഗ്ഗുവിന് പറ്റുമോ? അത് ജഗ്ഗുവിന് പറ്റില്ലല്ലോ. അതാണ് നമ്മൾ ആലോചിക്കണത്, ഇങ്ങനെയൊക്കെ നടക്കുമോന്ന്. അല്ല, അപ്പൊ മൊത്തം മനുഷ്യനെ ജോയി നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അതായത് നമ്മുടെ പണ്ടത്തെ ഓരോ വക വിഷമങ്ങളുള്ള കഥകളൊക്കെ ഇല്ലേ, കഥകളെല്ലാം ഉണ്ടായ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇന്ന് നമുക്കത് ആലോചിക്കുമ്പോൾ കുറേ കാര്യങ്ങളേ നമ്മുടെ ജീവിതം മനോഹരമായിരിക്കണം, എന്നാലാണ് അത് ആലോചിക്കുമ്പോൾ നമുക്ക് രസം ഉണ്ടാവുള്ളൂ, പറയാനും ഒക്കെ രസം ഉണ്ടാവുള്ളൂ. ഇപ്പോഴും ദുരിതത്തിലാണെങ്കിൽ അന്നും ദുരിതം, ഇന്നും ദുരിതം, വേദനകളാവും. പിന്നെ നമുക്കൊരു ഇത് തോന്നുന്നതാ, പണ്ടുള്ളവരെന്തോരം പണിയെടുത്തേണു. ഇപ്പൊ അമ്മയ്ക്കേ എല്ലാവരുടെയും അമ്മമാര്. പിന്നെ ഞാനതിൽ ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ എങ്ങനെയാണെങ്കിൽ ഇത് വാങ്ങിച്ചാ പോരെ? അതന്നെ, അതല്ലേ. അത് ചില പ്രാവശ്യമൊക്കെ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നഷ്ടത്തിൽ സംഭവിക്കും. നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടാണെന്ന്. ചില സമയത്ത് നെല്ല് ഈ സമയത്തൊക്കെ നെല്ല് ആയിട്ട് കണ്ടത്തിൽ നെല്ലൊക്കെ ആയിട്ടുള്ളത് അതൊക്കെ മുങ്ങിപ്പോവും. വെള്ളം വന്നിട്ടേ 3-4 ദിവസം 5-6 ദിവസമൊക്കെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ഞാറ് മുങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് അധികം വിളവ് കിട്ടില്ല, പുഴുക്കേട് വരും, വളത്തിൻ്റെ കുറവുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ വരും. അങ്ങനെയൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കും. അപ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ കാശായിട്ടാണ് പോണത്. പഴയ ആളുകൾക്കൊക്കെ അറിയാം അതൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ദിവസം കൂടി അങ്ങോട്ട് കളറ് മാറി വരുന്നു കേട്ടോ. തീ ഒത്തിരി കൂട്ടാലോ, തരുതേ തീ കൂട്ടിക്കോ. കയ്യിൽ
കുഴപ്പമില്ല. ഇനി അതുകൊണ്ട് ഇളക്കാം. ഇതിപ്പോ ഞാൻ അടിയെ പിടിക്കില്ല, വിട്ടു പോന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ സാധനം ഉപയോഗിക്കാം. കണ്ട അടിയെ പിടിക്കില്ല, ഇനി സൗണ്ട് ഉണ്ടാവില്ല. ഇനി കോഴികളൊക്കെ പുറത്ത് അടിക്കണ്ട. വറുത്തരിപ്പൊടി വെച്ചിട്ടും ചെയ്യാൻ തോന്നുന്നു. വറുത്തരിപ്പൊടി വെച്ചിട്ട് പിടി ഉണ്ടാക്കാം. നമുക്കത് ആയിക്കൊണ്ടിരിക്കണം കേട്ടോ, അടിപൊളിയായിട്ട് ആയിക്കൊണ്ടിരിക്കണം. ചേട്ടാ തിരുന്നേരം കൂടി വേണം. അതെ, നാളികേരം പകർത്തി വെച്ചാലാണ് നാളികേരം ഉള്ളിയിലൊക്കെ കൂടുതൽ. കാരണം അത് കാരണം മറ്റേ ബോൾ മണികൾ കൂടുതൽ ഇതില. നീ ഒരു പാട്ട് പാടിയേ, മറ്റേ അവർ ചേച്ചി പറഞ്ഞില്ലേ, ചന്ദ്രികയിലലിയുന്നു. അതിന്റെ വരികൾ എനിക്ക് കാണാണ്ടറിയില്ല. ഇപ്പൊ മൊബൈൽ നോക്കി പാടാലോ. മൊബൈൽ നോക്കി പാടിയാൽ മതി. ഇത് കഴിഞ്ഞിട്ട് ഉരുളല്ലോ ഉരുട്ടിയിട്ട് കഴിഞ്ഞിട്ടേ നീ പാടിക്കുക വെറുതെ. ഇപ്പോഴാണെങ്കിൽ നല്ല ഇളം കാറ്റ്, മഴയില്ല, ചൂടില്ല, നല്ല കാലാവസ്ഥ, ബെസ്റ്റ് കാലാവസ്ഥയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാചകം ചെയ്യാനല്ലേ പറയുന്ന രസമാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാം ഇതിൻ്റെ, നീ പാട്ട് പാടുന്ന ടൈമിൽ. അപ്പോൾ ഈ ഇളക്കണതിൻ്റെ ശബ്ദം കേൾക്കില്ലല്ലോ. അത് ചേട്ടാ. അപ്പോൾ ഇതിന് തീ ഓഫ് ചെയ്തോ. കുറച്ച് കടുകും വേപ്പിൻ്റെ ഇലയും ഇതൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. ഇതിൻ്റെ തീ ഓഫ് ചെയ്തു. ഞാൻ പറഞ്ഞ പോലെ ഈ സാധനം തന്നെ കഴിക്കാൻ നല്ല രസമുണ്ട്. അതല്ലേ, അത് ഓഫ് ചെയ്താ ഇത് വെക്കാം. ഓഫ് ചെയ്തു. കറക്റ്റ് അല്ലേ ടൈമിങ്? എല്ലാം കറക്റ്റ്. മുറുകൂട്ട ഇതിലിരുന്ന് ഉരുളിയിരുന്ന് മുറുകും. അപ്പൊ നമ്മുടെ അവലോസ് പൊടി ഇറക്കാൻ പോണു കേട്ടാ. തീ കെടുത്തി ഞാൻ. എന്നിട്ട് സരിത അത് പുഴുങ്ങാൻ ഇനി ആവിമ വേവിക്കണം. ആ ബോള് കുറച്ചും കൂടി ആക്കായിരുന്നു അല്ലേ? ഇതുള്ളോ ചേട്ടാ? മൂടി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇനി അവലോസ് പൊടിയിട്ട് ഊർത്തിയിട്ട് അവലോസ് ഉണ്ടാക്കിക്കോ. അതിൽ ശർക്കര നീരൊക്കെ പറ്റിയിട്ട്. അല്ല, അത് നോക്കി ടേസ്റ്റ് ഉണ്ട്. നമുക്ക് വറുത്തരിപ്പൊടി ഇഷ്ടം പോലെ ഇരിക്കണ്ട. അതിൽ ഇത്തിരി നാളേരം ചെറുകി ഇതെങ്ങനെ ആക്കണം എന്നല്ലോ. അല്ല, ഇത് പച്ചരിപ്പൊടിയാ. പച്ചരിപ്പൊടിയുടെ ടേസ്റ്റ് വേറെ ആയിരിക്കും അല്ലേ? വറുത്തരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് മാറ്റണ്ടോ? പാട്ട് പാട്. വേവണ വരെ പാടണ. ഫോൺ എടുക്കട്ടെ. നമുക്കൊരു ചേച്ചി കമന്റ് ഇട്ടുണ്ടായിരുന്നു. ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി, സോറി. ചന്ദ്രികയിൽ അരിയുന്നു ചന്ദ്രകാന്തം എന്നുള്ള പാട്ട് പാടുന്നിട്ട് കുറേ നാൾ മുന്നാട്ടാ. അപ്പോൾ ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിലെ ശ്രീകുമാരൻ തമ്പി രചിച്ച് ദക്ഷിണാമൂർത്തി സംഗീതം നൽകി ശ്രീ KJ യേശുദാസും P ലീലയും ആലപിച്ച ഗാനം. അല്ല, നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ അത് എഴുതിയതാരാണ്, പാടിയതാരാണ്, ഈ സിനിമയിലത്തെയാണ് എന്നൊക്കെ പറഞ്ഞൂടെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. ഞാൻ പാടാനില്ല ചേട്ടാ, സരിത മാത്രം പാട്ട്. നമ്മൾ രണ്ടാളോട് കൂടി പാടാനാ പറഞ്ഞേക്കണേ അല്ലേ? ഇപ്പൊ നീ പാടിക്കോ. എടേന്നാട്ടാ, കോപ്പിറൈറ്റുകാരുണ്ട്, എടേന്നാണ് പറഞ്ഞത്. താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു, വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിലലിയുന്ന ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നിൻമിഴിയിലലിയുന്ന ജീവമേഘം. അതില്ലേ, ഇത്ര പോലെ. മാധവമോ നവഹേമന്തമോ നിൻ മണിക്കവിൾ മലരായി വിടർത്തിയെങ്കിൽ, തങ്കച്ചിപ്പിയിൽ നിന്റെ തേനലർച്ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാൻ ഉണർന്നുവെങ്കിൽ,
ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻചിരിയിലലിയുന്ന ജീവരാഗം നീലവാനിലലിയുന്നു ദാഹമേഘം നിൻമിഴിയിലലിയുന്ന ജീവമേഘം. ഈ ഭാര്യമാർ സൂക്ഷിക്കുക പണ്ട് കാലത്തെ ഈ ചായക്കടകളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ ഒരു പോസ്റ്ററുണ്ട്. പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മരത്തിൻ്റെ 4 ചട്ട പൂട്ടിയിട്ട് അതുമിലാണ് ഒട്ടിച്ച് ഭാര്യമാർ സൂക്ഷിക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതിലിവരൊക്കെ ഭാര്യമാർ സൂക്ഷിക്കുക എന്നാണോ ഭാര്യമാരെ സൂക്ഷിക്കുക എന്നാണോ? ഭാര്യമാരല്ലേ, ഭാര്യമാർ സൂക്ഷിക്കുക, ഭാര്യ, നദി, ഇങ്ങനത്തെ സിനിമകളിലേക്ക് ഓർമ്മ വരുന്നു. ചെണ്ട കൊട്ടിയിട്ട് നടന്നിട്ടാണ് ഇവർ പോസ്റ്റർ ഒട്ടിക്കുക, നാട്ടുകാരെയൊക്കെ അറിയിക്കുക. അതേ മരത്താര മഞ്ജുവിൽ ഇന്ന് മുതൽ നാളെ മുതൽ ആരംഭിക്കുന്നു ഭാര്യമാർ സൂക്ഷിക്കുക. അങ്ങനെ ആ തിയേറ്ററിലൊക്കെ പോയി. ഇപ്പം നമ്മൾ ഹൈ ലെവലായി എല്ലാവരും സിനിമ കാണാൻ പോണത്. നല്ല പാട്ട്. ഇനിയിപ്പോൾ അത് വേവട്ടെ കേട്ടാ. ഒരു മധുരക്കിനാവിൻ്റെ ഹരിയില കോഴിയുടെ അടുത്ത് ചെന്നിട്ടാ പാടണേ. കോഴിയുടെ മുട്ട ഇട്ടിരിക്കുന്നു, ശബ്ദം കണ്ട. കുടമുല്ലപ്പൂ വിരിഞ്ഞു. ഒരു കോഴിമുട്ട തുറന്നിട്ട് ചേട്ടാ ഇവർക്ക് മുട്ടയിടാറാകുമ്പോ കയറണങ്ങി കയറിക്ക. എല്ലാത്തിനും വയറ് കണ്ട കോട്ടം പോലെ നിൽക്കണത്. തീറ്റ തിന്നിട്ട് വയററിഞ്ഞിട്ട് ഇതിങ്ങനെ. കോഴിമുട്ട കഴുകണം. കോഴിക്കൂട്ടിലിട്ട കോഴിമുട്ട എന്തെങ്കിലും ഇട്ടത് കഴുകണം. കോഴിക്കൂട്ടിയിട്ട കോഴിമുട്ട കഴുകാനുള്ള ചകിരിയാണ് ഈ സാധനം കേട്ടോ. കട വൃത്തി. ഇത് എന്തുണ്ടാവൂട്ടാ തീ കെടുത്തി. ചെറിഞ്ഞോ അത് പുറത്തേക്ക് പോയി. പതുക്കിട് പതുക്കിനിട്ട് കുഴപ്പമില്ല. കാറ്റ് വന്നു നിന്റെ കാമുകൻ വന്നു. ഞാൻ വിചാരിച്ച ചേട്ടൻ വേറെ പാട്ട് പാടുന്ന. കാറ്റ് എന്ന് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞ ചേട്ടൻ അതിന്റെ പിന്നാലെ തന്നെ ഒരു പാട്ട് വരാറുണ്ട്. ഏത് പാട്ടത്? ഏത് പാട്ടാ? എപ്പോഴും കാറ്റേ കാറ്റേ അറിയില്ലേ? ആ പാട്ടല്ലേ എപ്പോഴും പാടി നടക്കാറ്. അത് പാടും. അതുകൊണ്ട് കാറ്റ് എന്ന് ചേട്ടൻ വല്ലപ്പോഴും പറയുകയാണെങ്കിൽ എനിക്ക് അപ്പം അറിയിന്റെ പിന്നാലെ ഇപ്പൊ ആ പാട്ട് വരുന്നത്. അതുപോലെ ഇന്ന് പക്ഷെ അത് വേറെ പാട്ടാ പാടിയത്. പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് പലതും. രസമല്ലേ സാധനം? സാധനം രസമുണ്ടല്ലേ? കോഴി കൂട്ടാൻ വേണം. എരിവുണ്ടത് പൂറവപ്പളും കലക്കിയപ്പോ ചേട്ടൻ പറഞ്ഞ ഉപ്പിടണ്ടായിരുന്നു. തിന്നാൻ രസമുണ്ട്. അപ്പം നമ്മുടെ അന്ന് സരിതയുടെ വാക്ക് കേട്ടിട്ട് നമ്മൾ അതിൽ നിന്ന് കുറേ എടുത്തു മാറ്റിയ കാരണം പുതിയൊരു പലഹാരം നമുക്ക് കിട്ടി. എന്താ? വെറുതെ നല്ല വാക്ക് കേട്ടിട്ട് നല്ല അത് ഇളക്കാൻ പറ്റണില്ല, അതുകൊണ്ടാ മാറ്റിയത്. അത് കണ്ടല്ലേ മാറ്റിയത്. അതെ, അല്ലാണ്ട് എന്റെ വാക്ക് കേട്ടിട്ടൊന്നല്ലോ. അങ്ങനെയാണ് ഞാൻ മുന്നേ പറഞ്ഞില്ലേ 1 കിലോ മതി നമുക്ക്, 1 കിലോ കൊണ്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ചേട്ടൻ കേട്ടില്ലല്ലോ. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ. എരിവുണ്ട്. ആ വട്ടമുളക് ഏറ്റുള്ളത് അതേ മഴ തോളി തുടങ്ങി. ഒരു കൂട്ടാനും വേണ്ട, ഒരു കേട്ടാനും വേണ്ട. അടിപൊളി കൂട്ടാണേ, അടിപൊളി. ഇതിലേക്ക് കൂട്ടാനും വേണ്ട, കട്ടൻ ചായയുടെ കൂടെ അത് കഴിക്കാന്നാ പറഞ്ഞേ. ഇതിനെ കൊഴുക്കട്ട എന്നാണ് അവര് പറയാ. നമ്മുടെ കൊഴുക്കട്ട വേറെയാ, ഉള്ളില് നാളികേരവും ശർക്കരയും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കണതാണ് നമ്മള് ഉണ്ടാക്കണ കൊഴുക്കട്ട. അത് മധുരമുള്ളതല്ലേ? അതെ. നമ്മുടെ പീച്ചാമ്പൊടി എന്ന് പറഞ്ഞ സാധനമുണ്ട്. വെറുതെ അരി പൊടി വറുത്തിട്ട് അത് കുഴയ്ക്കും, ഉപ്പൊക്കെ ഇട്ടിട്ട് കുഴയ്ക്കും. എന്നിട്ട് പീച്ചിട്ട് വെച്ച് പുഴുങ്ങി അമ്മ തരും. ഉച്ചഞ്ഞ് സ്കൂൾ വിട്ട് വരുമ്പോൾ ആണെങ്കിൽ പീച്ചാമ്പൊടി. അപ്പം നമ്മുടെ ഒരു കുട്ടിപ്പലഹാരം അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ നല്ല വെയിൽ ഉദിച്ചു. ഇനിയിപ്പോൾ സരിതയ്ക്ക് ഇപ്പോൾ സംഗീത ക്ലാസ് ഉണ്ട്. ഇപ്പോൾ 2:30 2 മണിക്ക് ആ പറയുമ്പോൾ സംഗീത ക്ലാസ്സാണ്. അപ്പോൾ സരിത സംഗീത ക്ലാസ്സിലേക്ക് പോവാണ്. ഞാൻ അതിൻ്റെ 2 ക്ലിപ്പ് എടുത്ത് തരാം. പഠിക്കുന്നത് എന്തിന്? സാരിഗമ
അതല്ല ശരിക്കും ചൊവ്വാഴ്ച ദിവസം 6:30-ക്കാണ്. മാറി അന്നെന്താ ചെയ്യാൻ ഞാൻ അന്ന് ടീച്ചർക്ക് അന്ന് നമ്മള് ടീച്ചർക്ക് ഒഴിവില്ലാണ്ടല്ല, നമുക്ക് ഒഴിവില്ലാണ്ടാ. നമ്മള് വേറെ അങ്ങോട്ട് പോയിട്ട് വരാൻ വൈകി, അങ്ങനെ എന്തോ ഉണ്ടായി. അപ്പൊ നമുക്കിനി സംഗീത ക്ലാസ്സിലേക്ക്. സ സ മാമ ഗ ഗ രി രി സ സ രി രി ഗ ഗ മാമ രി രി പാപ മാമ ഗ ഗ രി രി ഗ ഗ മാമ പാപ ഗ ഗ ധ ധ പാപ മാമ ഗ ഗ മാമ പാപ ധ ധ മാമ നീ നീ ധ ധ പാപ മാമ പാപ ധ ധ നീ നീ പാപ സ സ നീ നീ ധ ധ പാപ ധ ധ നീ നീ സ സ സ സ പാപ ധ ധ നീ നീ സ സ നീ നീ ധ ധ പാപ നീ നീ മാമ പാപ ധ ധ നീ നീ ധ ധ പാപ മാമ ധ ധ ഗ ധ ധ ഗ ഗ മാമ പാപ ധ ധ പാപ മാമ ഗ ഗ പാപ രി രി ഗ ഗ മാമ പാപ മാമ ഗ ഗ രി രി മാമ സ സ രി രി ഗ ഗ മാമ ഗ ഗ രി രി സ സ സ സ രി രി ഗ ഗ സ സ രി രി ഗ ഗ മമ രി രി ഗ ഗ മമ രി രി ഗ ഗ മമ പാപ ഗ ഗ മമ പാപ ഗ ഗ മമ പാപ ധ ധ മമ പാപ ധ ധ മമ പാപ ധ ധ നി നി പാപ ധ ധ നി നി പാപ ധ ധ നി നി സ സ സ സ നി നി ധ ധ സ സ നി നി ധ ധ പാപ നി നി ധ ധ പാപ നി നി ധ ധ പാപ മമ ധ ധ പാപ മമ ധ ധ പാപ മമ ഗ ഗ പാപ മമ ഗ ഗ പാപ മമ ഗ ഗ രി രി മമ ഗ ഗ രി രി മമ ഗ ഗ രി രി സ സ. എന്താ?